വയനാട് സുൽത്താൻ ബത്തേരിയിൽ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബസേലിയോസ് സ്കൂളിലെ 2 കുട്ടികൾക്കാണ് രോഗബാധ. അതേസമയം സ്ഥിതി വിലയിരുത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ നാളെ ബത്തേരിയിലെത്തും. സുൽത്താൻ ബത്തേരി കോളിയാടി മാർ ബസേലിയസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പനിയും ഛർദിയും ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് രോഗബാധയുണ്ടായി. 300-ലധികം കുട്ടികൾ ഇതുവരെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. 21 പേർ ഇപ്പോഴും താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. 2 പേർക്കാണ് നിലവിൽ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ പേരുടെ പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നാളെ സുൽത്താൻ ബത്തേരിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സ്ഥിതിഗതികൾ കൺട്രോൾഡ് ആണ്, ആശങ്കയില്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് ശുചിത്വമില്ലാത്തടത്ത് ഈ രോഗം വരാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകളൊക്കെ പൂട്ടിക്കേണ്ടി വരും. അക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യം കൂടാതെ നിലപാട് സ്വീകരിക്കും. നാളെ രാവിലെ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേരുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖും വ്യക്തമാക്കി. 4ഓളം കുട്ടികൾക്ക് അവരുടെ സ്റ്റൂളിൽ രക്തം കണ്ടതായിരിക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയതായിരിക്കുന്ന പ്രയാസങ്ങൾ കുട്ടികൾക്ക് വളരെ ഗൗരവത്തോടു കൂടി ഇത് അഡ്രസ് ചെയ്യാനുള്ള സംവിധാനം മുഴുവൻ ഒരുക്കിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച വിദ്യാർത്ഥികളുടെ വീടുകളിലെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യും. രക്ഷിതാക്കൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.